പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാമനെ അധിക്ഷേപിച്ച CPM നേതാവിനെ രാമായണ പ്രഭാഷണത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹിന്ദു സന്യാസിമാർക്കും ആചാര്യന്മാർക്കും ക്ഷണമില്ലാത്ത പ്രഭാഷണത്തിലേക്കാണ് CPM നേതാവായ AG ഒലീനയെ ക്ഷണിച്ചത്. ഗാന്ധിജിയുടെ രാമായണം എന്ന പേരിൽ രാഷ്ട്രീയം കുത്തിനിറയ്ക്കാനും നീക്കമുണ്ട്. വ്യാജ നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന വിമർശനവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. ഈ രാമായണത്തെ എത്രത്തോളം വികൃതമാക്കാം, ഇവർ തന്നെയാണ് മോഡേൺ സീതയെ അവതരിപ്പിച്ച ആളുകളാണ്. DYFIക്കാരും അതേപോലെ തന്നെ SFIക്കാരും ഒക്കെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അടക്കമുള്ള നടപടികൾ ചെയ്തതിന് ഇവരുടെ ചരിത്രം അതാണ്. ഒലീന അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ പ്രവർത്തന ശൈലി, ഞാൻ ചോദിക്കട്ടെ, ഒരു ഹിന്ദു സന്യാസിയെ കണ്ടില്ലല്ലോ, ഒരു ഹിന്ദു ധാർമ്മിക ആചാര്യനെ കണ്ടില്ലല്ലോ. ഈ പുരാണത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയുവാനുള്ള പണ്ഡിതന്മാരടക്കമുള്ള മണ്ണാണിത്. ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു എന്ന് വേണം പറയുവാൻ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ രാഷ്ട്രീയം കുത്തിനിറയ്ക്കുക, ഹൈന്ദവ സംവിധാനങ്ങൾക്കെല്ലാം മുകളിൽ അവർ രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ ആവർത്തിക്കാനുള്ള മേഖലയാക്കി കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക, ഇതാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലേക്ക് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒന്ന്, ഈ ഭാരതത്തിൻ്റെ ഭരണഘടന പോലും അത് സനാതന ധർമ്മം ഇല്ലാതെയാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന രീതിയിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള, അതായത് അതോടെ സനാതനധർമ്മം തന്നെ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ പല വിധത്തിലുള്ള രാമന് വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും നടത്തിയിട്ടുള്ള AG ഒലീന എന്ന് പറയുന്ന ഒരു അധ്യാപികയെ ഈ പറയുന്ന രീതിയിൽ രാമായണ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നതും അതോടൊപ്പം തന്നെ ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടടുത്ത് രാഷ്ട്രീയ വിഷയങ്ങൾ കുത്തിനിറയ്ക്കാനുള്ള ശ്രമവുമായി ഗാന്ധിജിയുടെ രാമായണം എന്ന പേരിലും പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഈ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്? ഗൂഗിൾ. പ്രജിത്ത്, അതായത് കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് OTC ഹനുമാൻ ക്ഷേത്രത്തിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയുണ്ട്. അത് രാമായണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ആ പരമ്പരയിൽ പ്രഭാഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങളും ഒപ്പം പ്രഭാഷകരായിട്ട് എത്തുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലവുമൊക്കെയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ആരംഭിക്കുന്ന പരിപാടിയിൽ ഇന്നത്തെ ആ പ്രഭാഷണത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാമായണം എന്നുള്ളതാണ്. അതായത് കർക്കിടക മാസവും രാമായണ പ്രഭാഷണവും തമ്മിൽ ഗാന്ധിജിക്ക് എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഗാന്ധിയുടെ രാമരാജ്യ കാഴ്ചപ്പാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ടും ഈ ഒരു ആധ്യാത്മിക മാസത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്ന സങ്കല്പം എന്ന് പറയുന്നത്. അതിലും ഒരു രാഷ്ട്രീയമുണ്ട്. അത് ആധ്യാത്മിക ചർച്ച നടക്കേണ്ട സ്ഥലത്ത്, ആധ്യാത്മിക വിഷയങ്ങൾ മാത്രം പരാമർശിക്കേണ്ട സ്ഥലത്തും സമയത്തുമല്ല അത് പറയേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഗൂഗിൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഈ രാമരാജ്യ സങ്കല്പം, ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പം, അതിൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് ഈ കർക്കിടക മാസത്തിലെ രാമായണ പ്രഭാഷണ പരമ്പരയെ കൊണ്ടുവന്ന് അവിടെ ഒരു അവതരണം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം അവതരിപ്പിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഗൂഢ ഉദ്ദേശമെന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് വ്യാജ നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് രാമനെയും രാമായണത്തെയും സംബന്ധിച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. രണ്ടാമത്തെ ദിവസമായിട്ടുള്ള നാളെ പ്രഭാഷണം നടത്തുന്നത് ആ പ്രഭാഷികയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ രാമായണത്തിലെ രാജമാതാക്കൾ എന്ന് പറയുന്ന വിഷയത്തിൽ പ്രഭാഷണത്തിനായിട്ട് അവർ വിളിച്ചിരിക്കുന്നത് AG ഒലീന എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട കാര്യം. അതായത് AG ഒലീനയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടുള്ളതാണ്. അവർ CPMന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. പുരോഗമന കലാസാഹിത്യവേദി ആ ഒരു കൂട്ടായ്മയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ശശികല ടീച്ചർ, വാർത്ത ശ്രദ്ധിച്ചിരിക്കുമല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഒന്ന്, ഗാന്ധിജിയുടെ രാമായണം എന്നുള്ളൊരു വിഷയം വരുന്നു. രണ്ട്, തികച്ചും സനാതന ധർമ്മത്തിന് വിരുദ്ധമായ നിലപാടുകൾ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ള AG ഒലീന എന്ന് പറയുന്ന ഒരു CPM നേതാവിനെ കൊണ്ടുവന്ന രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താനും പോകുന്നു. ടീച്ചർ, നമുക്കതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം സനാതന ധർമ്മത്തിന് എതിരെ നിൽക്കുന്നവരെ ഒക്കെ തന്നെ ആദരിക്കുക എന്നുള്ളത് രണ്ട് ഗവൺമെന്റുകളാണെങ്കിലും, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ പ്രഖ്യാപിത നയമാണ്. പിന്നെ രാമായണ മാസത്തെയും അവർ ഗതികെട്ടിട്ടാണ് ഇപ്പോ അംഗീകരിച്ചിരിക്കുന്നത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായ ചിന്തകൾ, അതുമേറെ ബുദ്ധിമുട്ടുകളുടെ കർക്കിടക മാസത്തിൽ സമാജത്തിൽ എത്തണം എന്ന ആ താല്പര്യത്തോടു കൂടി കർക്കിടകത്തെ രാമായണ മാസമായി
ഹൈന്ദവ സംഘടനകളുടെ അത്യധ്വാനത്തോടെ തന്നെയാണ് സമാജം അത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അന്ന് എതിർപ്പ് നിന്നവർക്ക് ഇന്ന് എതിർത്താൽ അത് വിലപ്പോവില്ല എന്ന് കണ്ടപ്പോഴാണ് അകത്തുനിന്ന് നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടക്കേണ്ട ഗുരുവായൂർ ക്ഷേത്രത്തിലെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെട്ടുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നമ്മൾ ചിന്തിക്കണം, അവിടെയൊക്കെ 5 മിനിറ്റെങ്കിലും സംസാരിക്കാൻ ഓരോ പ്രഭാഷകരും ആഗ്രഹിച്ചിരിക്കണാവും. അങ്ങനെ ഒരു സ്ഥലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രാമായണ പ്രഭാഷണത്തിലെ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവിനെ കൊണ്ടുപോയി വെച്ചിരുന്നു. അതിപ്പോ ഒഴിവാക്കി എന്ന് പറയുന്നത് പ്രതിഷേധ നിമിത്തം. അപ്പൊ ഇത് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പൊ എഴുത്തച്ഛൻ, നമുക്കറിയാം രാമായണ കർത്താവായ എഴുത്തച്ഛനോട് അവർക്കുള്ള ബഹുമതി എന്താണ് എന്നുള്ളത്. എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും നടക്കുന്ന സെമിനാറുകളും സിമ്പോസിയങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ തന്നെ രാമായണത്തിന്റെ ഭക്തി എന്ന വികാരം ഒഴിവാക്കിക്കൊണ്ടാണ്. രാമായണത്തിലെ ധർമ്മമോ രാമായണത്തിലെ ഭക്തിയോ ഇതിനെന്തിനുമാണ് രാമായണത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് ആർക്കും ആവശ്യമില്ലാത്ത ചില ഉട്ടോപ്യൻ ആശയങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുക. അത് ഒരിക്കലും സനാതന ധർമ്മവുമായി ബന്ധമില്ല എന്നതെങ്കിൽ അത് നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ള പ്രഭാഷകരെ മാത്രം കൊണ്ടുവരിക. ഇതൊക്കെ കാലങ്ങളായി ഇവര് കളിക്കുന്ന കളിയാണ്. നമുക്ക് പറയാനുള്ള ഒന്നാണ്, ഇതിപ്പോ പറയുന്നത് ജൻസികളുടെ കാലഘട്ടമാണെന്നുള്ളൂ. അതുകൊണ്ട് അടവൊന്ന് മാറ്റി പിടിക്കണം എന്നാ പറയുന്നത്. ഈ അടവ് കൊണ്ടൊന്നും രാമായണത്തിനൊന്നും പറ്റിയില്ല, രാമധർമ്മത്തിനും ഒന്നും പറ്റിയില്ല, രാമായണ ചിന്തകൾക്കും ഒന്നും പറ്റിയില്ല. രാമായണത്തിന് കൂടുതൽ 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 പ്രചാരം കിട്ടുക ചെയ്തത്. ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കൃതി എന്നുള്ള ആ റെക്കോർഡ് രാമായണത്തിന് തന്നെയാണ്. അപ്പൊ ഇത്തരം എല്ലാ അടവും, വില കുറഞ്ഞ എല്ലാ അടവും കളിച്ചിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നെങ്കിൽ രാമായണം കാലത്തിന് വേണ്ടുന്ന കൃതിയാണ്. അതുകൊണ്ട് ഈ കാലം മാറിയപ്പോഴെങ്കിലും അടവൊന്ന് മാറ്റാനുള്ള ശ്രമമെങ്കിലും ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുകളും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുന്ന രാഷ്ട്രീയക്കാരും കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാനാണ് തോന്നുന്നത്. അതെ, ശശികല ടീച്ചറാണ് പ്രതികരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാമായണത്തിൻ്റെ എസൻസ്, അതിൻ്റെ ആശയം, അതിൽ മുന്നോട്ട് വയ്ക്കുന്ന ആദർശം എന്നിവയൊക്കെ പലപ്പോഴും അംഗീകരിക്കാത്ത ആളുകളെ കൊണ്ടുവന്ന് അതിനെ ഏതൊക്കെ രീതിയിൽ വലിച്ചു കീറാമോ അതിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ അതിന് മുകളിൽ ആരോപിക്കാൻ കഴിയുന്നതെല്ലാം പറയാൻ കഴിയുന്ന ആളുകളെ മാത്രം കൊണ്ടുവന്ന് ഈ ധർമ്മത്തെയും ഈ സംസ്കാരത്തെയും ഈ പറയുന്ന രാമായണം പോലെയുള്ള മഹത്തരമായൊരു കൃതിയെയും അധിക്ഷേപിക്കുക എന്നത് മാത്രമാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗൂഗിളിലേക്ക് തന്നെ പോകുന്നു. ഗൂഗിൾ ക്ഷമിക്കണം, നമുക്ക് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുന്നുണ്ട്. അനിൽ വിളയിൽ, താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ധാർമ്മിക വശം, ഇതിൻ്റെ ആധ്യാത്മിക വശം, ഭക്തി എന്നിവയെ പറ്റി ഒന്നുമല്ല ഇവർക്ക് ചർച്ച നടത്തേണ്ടത്. ഇവർക്ക് എങ്ങനെ രാമായണത്തെ അധിക്ഷേപിക്കാം, എങ്ങനെ രാമനെ അധിക്ഷേപിക്കാം, അതിന് കഴിയുന്ന കുറേ ആളുകളെ കൊണ്ടിരുത്തി ഈ ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളെ തന്നെ, അതിൻ്റെ ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അനിൽ വിളയിൽ. അതെ, കേരളത്തിലെ രാമായണ മാസാചരണം തുടങ്ങിയ കാലത്ത് അതിനെ സർവശക്തിയും ഉപയോഗിച്ച ശക്തികളാണ് ഇന്ന് മറ്റൊരു രൂപത്തിൽ രാമായണ മാസാചരണ കാലഘട്ടത്തിൽ പ്രഭാഷണത്തിന് വേണ്ടി വന്നു ചേരുന്നത്. ഈ ഒരു ഉദാഹരണം മാത്രമല്ല, ഓച്ചിറ ക്ഷേത്രത്തില് വിളിച്ചിരിക്കുന്ന വ്യക്തി ഹിന്ദുവിനെ എല്ലാ കാലത്തും എതിർക്കുകയും ഹിന്ദുത്വത്തെ അവമാനിക്കുകയും ചെയ്യുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. ഇതേപോലെ തന്നെ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ മലബാർ മേഖലകളിലൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ജിഹാദി പ്രവർത്തകരാണ് രാമായണത്തിനെ പറ്റി പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ കടന്നു കയറുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങൾ വന്നു ചേരും. കാരണം ഇപ്പോൾ രാമായണത്തിലെ ഏറ്റവും നിന്ദ്യമായി വിമർശിച്ച വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ആ ആള് തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിലെ തെറ്റിദ്ധാരണ പരത്താൻ സാധിക്കുമോ, അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് ചില കോണുകളിൽ നടക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജിഹാദികൾക്ക് വേണ്ടി വാദിക്കുകയും ഹിന്ദുത്വത്തിനെ അവമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ സംഘടിതമായി ഇന്ന് രാമായണ മാസാചരണത്തിന്റെ വേദികളിൽ കടന്നു കയറി ഇവര് രാമായണത്തെ അപഹസിക്കുകയും രാമന്റെയും അല്ലെങ്കിൽ സീതയെയും ഒക്കെ തന്നെ തെറ്റായ സന്ദേശങ്ങൾ, സീതയെ പറ്റിയും രാമനെ പറ്റിയും ഒക്കെ തെറ്റായ കഥകൾ, വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ്. അനിൽ മുഹമ്മദ്, നമുക്കറിയാമല്ലോ, ഓച്ചിറ ക്ഷേത്രത്തില് ഹിന്ദുത്വത്തിനെ കളിയാക്കുകയും ജിഹാദി ശക്തികൾക്ക് എല്ലാ കാലത്തും പ്രേരണയും സഹായവും ചെയ്തു കൊടുക്കുകയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഹിന്ദുത്വത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അയാളാണ് ഒരു പ്രഭാഷകൻ. ഒന്ന്, ഇപ്പോൾ പറഞ്ഞ ഈ സ്ത്രീ, അവരും അതുപോലെ തന്നെയാണ്. അവരുടെ മറ്റുള്ള പല പ്രഭാഷണങ്ങളുടെയും വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതിനകത്ത് കാണാനും കേൾക്കാനും സാധിക്കുന്ന എന്താണ്,
ഹിന്ദുക്കളുടെ ദേവതാ സങ്കല്പങ്ങളെ കളിയാക്കുക, മോശമായി ചിത്രീകരിക്കുക ഒക്കെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ഒരു ഗുണമുണ്ട്. ഈ പഴയ ആദ്യകാലത്ത് എതിർത്ത പലരും ഇന്ന് രാമായണത്തിന്റെ ആരാധകരായി മാറി. എങ്ങനെയാണോ വാൽമീകി അല്ലെങ്കിൽ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകി എന്ന കവിയായി അല്ലെങ്കിൽ ആചാര്യനായി മാറുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് മനപരിവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമാണ്. അവർക്ക് മനപരിവർത്തനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹിന്ദുത്വത്തിനെ അവമാനിച്ചിരുന്ന ജി സുധാകരനും പ്രതിഭാ ഹരിയും ഒക്കെ ഇപ്പൊ രാമായണം കർക്കിടക മാസമായാൽ രാമായണം പൂർണ്ണമായും വായിച്ചു തീർക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തി. അന്നേരം രത്നാകരിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള മനംമാറ്റം എങ്ങനെയാണോ അത്തരത്തിൽ ഇവർക്ക് മനംമാറ്റം ചിലപ്പോൾ ഈ ഒരു പ്രഭാഷണങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നൂടെ നമ്മൾ ഇതിനെ പോസിറ്റീവായി കാണണം. അവരുടെ വ്യാഖ്യാനം കൊണ്ടൊന്നും ഹിന്ദുത്വം തകർന്നു പോകത്തില്ല. ഹിന്ദുത്വത്തിനെ തകർക്കാൻ ഇതിനേക്കാൾ വലിയ ശക്തികൾ. EMS ആണ് ഏറ്റവും ആദ്യം രാമായണ മാസാചരണത്തെ എതിർത്തത്. പരമേശ്വർജിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ രാമായണ മാസാചരണം തുടങ്ങിയപ്പോൾ EMS, ദേശാഭിമാനി ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിനെതിരായിട്ട്. അന്നേരം വളർന്നു വരുന്ന ഹിന്ദുത്വത്തിനെ മറ്റൊരു രീതിയിൽ എതിർക്കാനുള്ള ആസൂത്രിതമായ ചില ശക്തികളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ വേദികൾ കൊടുക്കുന്നത്. അത് മുളയിലെ നുള്ളേണ്ട ഒരു പ്രവണതയാണ്. പിന്നെ അതിന് മറ്റൊരു തലം ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് ഈ രാമായണം ഏതായാലും പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ പഠിക്കുകയും കൂടെ വേണമല്ലോ. അവർക്കൊരു മനപരിവർത്തനം ഉണ്ടാകട്ടെ. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാട്ടാള ബിംബങ്ങൾ മാറിയിട്ട് വാൽമീകി ബിംബങ്ങളായി മാറാൻ സാധ്യത തള്ളിക്കളയാനും ഒക്കില്ല. നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പ്രതികരിച്ചതിന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ആത്യന്തികമായി ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് പല വിധത്തിലുള്ള ഇവരുടെ വാക്കുകളിലൂടെയൊക്കെ തെളിഞ്ഞതാണ്. ഇവർക്കൊക്കെ സനാതന ധർമ്മത്തിനോട് അടങ്ങാത്ത പകയുണ്ട്, വൈരാഗ്യമുണ്ട്. അതിനെ എങ്ങനെയും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തുന്ന ആളുകളെ, അതിനെതിരെ മാത്രം സംസാരിക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് ദേവസ്വം ബോർഡ് തന്നെ നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് കൊണ്ടിരുത്തുമ്പോൾ, ഒരു രാമായണ പ്രഭാഷണത്തിലേക്ക് കൊണ്ടിരുത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ഹിന്ദു വിരുദ്ധതയാണ്, സനാതന ധർമ്മ വിരുദ്ധതയാണ് ഇവരുടെയൊക്കെ മനസ്സുകളിൽ നിന്ന്.